നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ബ്രിട്ടനിലേക്ക് കുടിയേറ്റത്തിന് വഴിയൊരുക്കുന്ന വ്യാജ തൊഴിൽ സ്ഥാപനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. സ്കിൽഡ് വർക്കർ വിസ നൽകുന്നതിനുള്ള സ്പോൺസേഡ് സ്ഥാപനങ്ങളുടെ എണ്ണം 5 വർഷത്തിനിടെ 30,000 നിന്നും 1,18,000 ഉയർന്നത്. യുഎസിലേക്കുള്ള ധാതു കയറ്റുമതി തടഞ്ഞ് ചൈനയ്ക്കെതിരെ തിരിച്ചടിയായി അധിക തീരുവ പ്രഖ്യാപിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഫ്റ്റ്വെയർ കയറ്റുമതികളുടെ നിയന്ത്രണം. ബ്രിട്ടനിലെ സ്കൂളുകളിൽ അക്രമ സംഭവങ്ങളും കത്തിക്കൊണ്ടുവരുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ചില സ്കൂളുകൾ വിമാനത്താവള മാതൃകയിൽ മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ട ഗതികേടിൽ. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അഫ്ഗാൻ ജനതയ്ക്കൊപ്പം എപ്പോഴും നിലകൊണ്ടിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി. ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങിയതോടെ പിറന്ന മണ്ണിലേക്ക് ഭീതിയില്ലാതെ തിരികെ എത്തി പലസ്തീൻ ജനത. മടങ്ങിയെത്തുന്ന ഗാസയിലെ പലസ്തീൻകാരെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ. ബീഹാറിൽ 18 ജില്ലകളിലായി ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 121 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റോടെ ഓടിത്തുടങ്ങും. പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും കലാപശ്രമത്തിനും കേസ്. സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ചികിത്സയെ തുടരുന്നു. മുക്കിന്റെ 2 ഭാഗങ്ങളിൽ പൊട്ടലേറ്റ ഇടത്ത് ശസ്ത്രക്രിയ വിജയകരം. എംപിക്ക് മർദ്ദനമേറ്റതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. ഷാഫിയെ നിരന്തരമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന കൊള്ള മറച്ചു വെക്കാനുള്ള ശ്രമമാണ് അക്രമമെന്ന് കെ.സി. വേണുഗോപാൽ. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കോൺഗ്രസിന്റെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കെ. മുരളീധരൻ. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിലേക്ക് കുടിയേറ്റത്തിന് വഴിയൊരുക്കുന്ന വ്യാജ തൊഴിൽ സ്ഥാപനങ്ങളുടെ എണ്ണം കഴിഞ്ഞ 5 വർഷത്തിനിടെ കുത്തനെ വർദ്ധിച്ചുവെന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. അന്വേഷണമൊന്നുമില്ലാതെ ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് അനുമതി നൽകിയതിൽ അഴിമതി ആരോപണവും ശക്തമാകുന്നു. ഹോം ഓഫീസ് അംഗീകരിച്ച സ്കിൽഡ് വർക്കർ വിസ നൽകുന്നതിനുള്ള സ്പോൺസർ സ്ഥാപനങ്ങളുടെ എണ്ണം 5 വർഷത്തിനിടെ 30,000 നിന്നും 1,18,000 ഉയർന്നു. ഇതിന്റെ പേരിൽ നിരവധി സംശയാസ്പദമായ സ്ഥാപനങ്ങൾ കുടിയേറ്റത്തിന് അനധികൃത വഴി ഒരുക്കുന്നതായാണ് ഹോം ഓഫീസിന്റെ കണ്ടെത്തൽ. റിപ്പോർട്ടുകൾ പ്രകാരം കഫേകൾ, റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ തുടങ്ങിയവയാണ് പ്രധാന സ്പോൺസർമാർ. ഇതിനു പുറമെ ഏകദേശം 1000 ചെറുകടകളും മിനി മാർക്കറ്റുകളും 700 ഹലാൽ ഫുഡ് കമ്പനികളും 400 മിനി ക്യാബ് ഡെലിവറി സ്ഥാപനങ്ങളും 300-ലധികം ഹെയർ ഡ്രസ്സേഴ്സ്, ബാർബർ ഷോപ്പുകളും സ്കിൽഡ് വർക്കർ വിസയ്ക്ക് സ്പോൺസർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ വിഭാഗങ്ങൾ കുടിയേറ്റത്തിന് വ്യാജ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രധാന മാർഗങ്ങളാണെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ചൈനയ്ക്കെതിരെ അധിക തീരുവ പ്രഖ്യാപിച്ച് അപ്രതീക്ഷിത നീക്കവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നവംബർ 1 മുതൽ 100% അധിക നികുതിയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത്. പുറമെ സോഫ്റ്റ്വെയർ കയറ്റുമതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് തീരുമാനം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ച ട്രംപ് റദ്ദാക്കും. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം ട്രംപ് വ്യക്തമാക്കിയത്. കയറ്റുമതി നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനീസ് തീരുമാനത്തിനെതിരെയാണ് ട്രംപിന്റെ ഈ തീരുവ ചുമത്തൽ. അപൂർവ ധാതുക്കളുടെ കയറ്റുമതി ചൈന നിയന്ത്രിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ട്രംപിന്റെ ഈ നീക്കം. ഈ മാസം അവസാനം ദക്ഷിണ കൊറിയയിലായിരുന്നു ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഉച്ചകോടി നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരു കാരണവുമില്ലെന്നാണ് ട്രംപ് എഴുതിയത്. വിമാനത്താവള മാതൃകയിൽ മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടി വന്ന ഗതികേടിലാണ് ബ്രിട്ടീഷ് സ്കൂളുകൾ. ബ്രിട്ടനിലെ സ്കൂളുകളിൽ അക്രമ സംഭവങ്ങളും കത്തിക്കൊണ്ടുവരുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കെന്റിൽ 4 വയസ്സുകാരൻ സഹപാഠിയെ കത്തിക്കൊണ്ട് പരിക്കേൽപ്പിച്ചതായും വെസ്റ്റ് മിഡ്ലാൻഡ്സിൽ 6 വയസ്സുകാരൻ പേന കത്തിക്കൊണ്ട് സഹപാഠിയെ ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുണ്ട്. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ബീക്കൺ ഹിൽ അക്കാദമി ഉൾപ്പെടെ ചില സ്കൂളുകൾ ഇതിനകം തന്നെ വിമാനത്താവള മാതൃകയിൽ മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. പോലീസ് കണക്ക് പ്രകാരം ഇത്തരം സംഭവങ്ങളിൽ 80% പ്രതികൾ കൗമാരപ്രായക്കാരായ ആൺകുട്ടികളാണ്. സുരക്ഷാ ഭയമാണ് കുട്ടികളെ കത്തിയുമായി സ്കൂളിൽ എത്തിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. 2024 മാത്രം ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി സ്കൂളുകളിലും കോളേജുകളിലും 1304 കത്തി സംബന്ധമായ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു. ഇതിൽ 10-1 പ്രാഥമിക വിദ്യാർത്ഥികളാണ്. യുകെയിൽ കാർ വിൽപ്പനയ്ക്കായി ഓട്ടോ ട്രേഡിൽ പരസ്യം നൽകിയ മലയാളി കുടിയേറ്റക്കാരന്റെ കാർ തട്ടിപ്പ് സംഘം കവർന്നെടുത്തു. കാർ കാണാനെന്ന് പേരെത്തിയ സംഘം സ്മാർട്ട് കീയുടെ ഡേറ്റ കോപ്പി ചെയ്ത ശേഷം രാത്രി വാഹനം മോഷ്ടിച്ച് കടത്തുകയായിരുന്നെന്ന് പോലീസ് സംശയിക്കുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്നും കാർ കാണാനെത്തിയവരാണ് മോഷ്ടാക്കൾ എന്ന് വ്യക്തമാണ്. സ്മാർട്ട് കീയുടെ സിഗ്നൽ ക്ലോൺ ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്ത്
തട്ടിപ്പ് നടത്തുകയായിരുന്നു. ബ്രിട്ടനിൽ ഇത്തരം കാർ മോഷണ കേസുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കുത്തിനെ വർദ്ധിച്ചതായാണ് റിപ്പോർട്ട്. 2024 മാത്രം 1,70,000-ലധികം കാർ മോഷണങ്ങൾ നടന്നതായും ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കും. ഇതിൽ വലിയ പങ്കും കീ ക്ലോണിംഗ് അല്ലെങ്കിൽ റിലേ അറ്റാക്ക് പോലുള്ള സാങ്കേതിക മോഷണ രീതികളിലൂടെ നടപ്പാക്കിയതാണ്. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി ഭീകരതയ്ക്കെതിരെ ഒന്നിച്ച് പോരാടണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അഫ്ഗാൻ ജനതയ്ക്കൊപ്പം എപ്പോഴും നിലകൊണ്ടിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഇന്ത്യയും അഫ്ഗാനും പോരാടാനുള്ള ശ്രമങ്ങൾ ഒരുമിച്ച് ഏകോപിപ്പിക്കണമെന്നും ഇന്ത്യക്ക് വേണ്ടി എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീരിലെ നിയമവിരുദ്ധ അധിനിവേശത്തിനെതിരെ പാകിസ്ഥാന് എസ് ജയശങ്കർ കർശനമായ മുന്നറിയിപ്പ് നൽകി. അഫ്ഗാനിസ്ഥാനെ അദ്ദേഹം നല്ല അയൽക്കാരനെന്ന വിശേഷണവും നൽകി. ഒക്ടോബർ 9 മുതൽ 16 വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനായി വ്യാഴാഴ്ചയാണ് മുത്താക്കി ന്യൂഡൽഹിയിലേക്ക് എത്തിയത്. 2021 ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ശേഷം കാബൂളിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് എത്തുന്ന ആദ്യത്തെ അഫ്ഗാൻ ഉന്നതതല പ്രതിനിധി സംഘമാണ്. ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങിയതോടെ പിറന്ന മണ്ണിലേക്ക് പലസ്തീൻ ജനത തിരികെ എത്തുന്നു. മടങ്ങിയെത്തുന്ന പലസ്തീൻകാരെ ഗാസയിൽ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികളാണ്. വീടടക്കമുള്ള 90% കെട്ടിടങ്ങൾ തകർക്കുകയോ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വരികയോ ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ പ്രാവർത്തികമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 72 മണിക്കൂറിൽ ബന്ദികളെ വിട്ടയക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിന് പകരം ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്യും. പിറന്ന മണ്ണിലേക്ക് ഒരിക്കൽ കൂടി സന്തോഷത്തിലും പ്രത്യാശയോടെയും മടങ്ങിയെത്തുന്ന പലസ്തീൻ ജനത. ഗാസയിലെത്തുന്ന പലസ്തീൻകാരെ കാത്തു നിൽക്കുന്നത് പക്ഷേ കടുത്ത വെല്ലുവിളികളാണ്. വീടുകളടക്കമുള്ള 90% കെട്ടിടങ്ങൾ തകർക്കുകയോ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുണ്ട്. അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ വേണം അവർക്കിനി കിടന്നുറങ്ങാൻ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങിയത് ഒരു അനുഗ്രഹമായാണ് പലസ്തീനികൾ കാണുന്നത്. ഇതോടെ ഭൂരിഭാഗം പലസ്തീൻ കുടുംബങ്ങളും ഗാസയിലേക്ക് തിരികെ ചേക്കേറി തുടങ്ങി. എല്ലാവരുടെയും കണ്ണുകളിൽ സന്തോഷമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഭയമാണ്, ഭീതിയാണ്, ആശങ്കയാണ്. ഇനി എങ്ങാനും ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുമോ എന്ന ഭീതി. ഇനി അവർക്ക് തങ്ങളെ അല്ലാതെ മറ്റൊന്നും നഷ്ടപ്പെടാനുമില്ല. സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഇസ്രായേലി സൈന്യത്തിന്റെ തച്ചുടക്കലിൽ നാമാവശേഷമായിരിക്കുന്നു. ഇനി ഒന്നേന്ന് പുതിയൊരു ഗാസ കെട്ടിപ്പടുക്കണം. അതിനാര് സഹായിക്കും? ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണത്തെ തുടർന്ന് പിൻവാങ്ങിയവരാണ് തകർന്ന തരിപ്പണമായ തങ്ങളുടെ ആ പുരാതന ഇടത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രായേലി ജയിലുള്ള പലസ്തീനി തടവുകാരെയും ഉടൻ തന്നെ വിട്ടയക്കുമെന്നാണ് സന്തോഷകരമായ മറ്റൊരു വാർത്ത. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിന് അംഗീകാരം നൽകിയതായി ഇസ്രായേലി സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ഇസ്രായേലിലും ആഹ്ലാദം, സന്തോഷം അലതല്ലുകയാണ്. ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലി പൗരന്മാർ തിരികെ എത്തുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത നന്ദിയാണ് അമേരിക്കയോടും പ്രത്യേകിച്ച് ഹമാസിനോടും ഇസ്രായേൽ ഭരണകൂടത്തോടും. 3 പേരും ഒരുമിച്ച് പോയില്ലായിരുന്നെങ്കിൽ കരാറിന്റെ 1ാം ഘട്ടം യാഥാർത്ഥ്യമാകില്ലായിരുന്നു എന്ന വസ്തുത ഇസ്രായേലി കുടുംബങ്ങൾക്കും അറിയാം, പലസ്തീനി തടവുകാരുടെ കുടുംബങ്ങൾക്കും അറിയാം. ബന്ദികളെ മോചിപ്പിക്കുന്നതും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങുന്നതുമാണ് ഈ ആദ്യഘട്ടം വെടിനിർത്തലിന്റെ 1ാം ഭാഗം. വെള്ളിയാഴ്ച പുലർച്ചെ പ്രാവർത്തികമായ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ വിട്ടയക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിനു പകരം ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കുകയും ചെയ്യും. ഞായറാഴ്ച പുലർച്ചെയോടെ ഇത് നടപ്പാകുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, സർവകലാശാലകൾ, ഓഫീസുകൾ, കെട്ടിടങ്ങൾ, വീടുകൾ, പാർക്കുകൾ, പൊതുസ്ഥലങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, നിരത്തുകൾ, ദേവാലയങ്ങൾ, ഇതൊക്കെ പലസ്തീൻകാർക്ക് ഇപ്പോഴൊരു ഓർമ്മ മാത്രമാണ്. ശൗചാലയങ്ങൾ പോലും തകർക്കപ്പെട്ടിരിക്കുന്നു. കുടിവെള്ള സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു. ഇതോടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമോ എന്ന ഭീതിയിലാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ. തങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, ഉറ്റവർ, ഉടയവർ, 2 വർഷം മുമ്പ് കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ പലരും ഇപ്പോൾ ഒപ്പമില്ല. അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ പോലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ ഛിന്ന ഭിന്നമായി പോയ നിരവധി സംഭവങ്ങൾ. ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് 2022 നടത്തിയ ഒരു സർവേയിൽ ഗാസയിലെ 5ൽ 4 കുട്ടികളും വിഷാദം, ദുഃഖം, ഭയം എന്നിവ നേടുന്നതായാണ് ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴോ
നിലവിലെ സാഹചര്യത്തിൽ 5-ൽ 5 കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരിലും ഇതേ സിംറ്റംസ് കണ്ടു തുടങ്ങിയിരിക്കുന്നു. പലരും വിഷാദ രോഗത്തിന് അടിമകളാണ്. കാരണം 2 വാക്ക് സംസാരിക്കാൻ, ഒന്ന് മിണ്ടാനും പറയാനും ഉറ്റവരോ ഉടയവരോ ചുറ്റുമില്ലാത്തൊരവസ്ഥ. ഗാസയിലെ 17,000 കുട്ടികളെങ്കിലും അനാഥരാണ്. 55,000 60,000 കുട്ടികൾക്ക് ഇപ്പോഴും പോഷക കുറവുണ്ട്. കൃത്യമായി അവർക്ക് ആഹാരം കിട്ടുന്നില്ല. ഒരു ഇളം തലമുറയോട് ഇസ്രായേൽ കാട്ടുന്ന, അമേരിക്ക കാട്ടുന്ന കൊടും ക്രൂരതയാണത്. ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും സുരക്ഷിതവും സുസ്ഥിരവുമായ ജീവിത സാഹചര്യം ഒരുക്കുന്നതിന് വലിയ വെല്ലുവിളി തന്നെയാണ്. അതിനെ പലസ്തീൻ എന്ന രാഷ്ട്രം ചെയ്യുമോ, അതോ ഒരു പ്രത്യേക അതോറിറ്റി രൂപീകരിച്ച് അവരുടെ നിയന്ത്രണത്തിലാകുമോ, അതോ ഇസ്രായേലിന്റെ ഷാഡോ ഭരണകൂടമാകുമോ പലസ്തീനിൽ ഗാസയെ നിയന്ത്രിക്കുക? കാത്തിരുന്ന് കാണണം. രാജ്യവും സമൂഹവും പുനർനിർമ്മിക്കാൻ കാലങ്ങളെടുക്കും. കാരണം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഇസ്രായേൽ അതിൽ നിന്നും തിരികെ വന്നിട്ട് കൂടിയില്ല. ഇസ്രായേൽ ഏത് നിമിഷമാണ് ഈ പകയെല്ലാം മനസ്സിൽ വെച്ച് വീണ്ടും ഗാസയ്ക്ക് നേരെ പ്രത്യാക്രമണം ആരംഭിക്കുക എന്നതും ഭീതി ഉളവാക്കുന്നതാണ്. യുഎന്നിന്റെ കണക്ക് പ്രകാരം $5,000 കോടി വേണം ഗാസയുടെ പുനർനിർമ്മാണത്തിന്. സൗദി അറേബ്യ കൃത്യമായി സഹായിക്കുന്നുണ്ട്. UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. പലസ്തീൻ പുനർനിർമ്മാണം. ഹമാസ് അല്ല അവരുടെ ലക്ഷ്യം. പലസ്തീൻ ജനതയെ കൈപിടിച്ചുയർത്തുകയാണ്. അതെങ്ങനെ സാധ്യമാകുമെന്നതാണ് ഇനി വർക്കൗട്ട് ചെയ്യേണ്ടത്. 15 വർഷമെങ്കിലും എടുക്കും ഈ $5,000 കോടി ചെലവാക്കി ഗാസയെ ഒരു പഴയ രൂപത്തിലേക്കെങ്കിലും കൊണ്ടുവരാൻ. ഇതിന് പുറത്തുനിന്നുള്ള സഹായം വൻതോതിൽ വേണ്ടിവരും. നിർമ്മാണ സാമഗ്രികളുടെ പ്രവേശനം ഇടതടവില്ലാതെ വേണ്ടിവരും. ഇതിന് ഇസ്രായേൽ പൂർണ്ണമായും സഹകരിക്കണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഹമാസ് ഗാസയുടെ ഭരണം ഒഴിഞ്ഞാൽ മറ്റ് അക്രമി സംഘങ്ങൾ അവിടെ വേരുറപ്പിക്കുമെന്ന ഭീതിയുമുണ്ട് പലസ്തീൻകാർക്ക്. കാരണം ഹമാസിൽ അവർക്ക് വിശ്വാസമായിരുന്നു. ഗാസയ്ക്ക് വേണ്ടി പൊരുതി നിന്ന പോരാളികളായിരുന്നു ഹമാസ്. അതേസമയം ഇസ്രായേലിന് ഹമാസ് ഭീകരവാദികളാണ്. ഫത്തയും ഹമാസും വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ടെന്നും ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ റിപ്പോർട്ടുണ്ട്. എങ്കിലും പലസ്തീൻ ജനത ഇപ്പോൾ തങ്ങളുടെ കൂടുകളിലേക്ക് തിരികെ വന്നിരിക്കുന്നു. തങ്ങളുടെ മണ്ണിലേക്ക് അവർ കാലെടുത്ത് കുത്തിയിരിക്കുന്നു. ഭീതി ഉണ്ടെങ്കിലും അത്ര ഭീതി അവർക്കില്ല ഇപ്പോൾ. കാരണം ഒരു ഉറപ്പുണ്ട്, വെടിനിർത്തൽ സാധ്യമായിരിക്കുന്നു. 1ാം ഘട്ട കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി തങ്ങൾ തന്നെ തങ്ങളുടെ ഗാസയെ പുനർനിർമ്മിക്കണം. തങ്ങളുടെ കുട്ടികളെ തങ്ങൾ തന്നെ നോക്കണം. ഉപജീവന മാർഗം കണ്ടെത്തണം. അതിന് തകർന്ന ഗാസയെ ശുദ്ധീകരിക്കണം. അതിനി ലോക സമൂഹത്തിന്റെ സഹായം എങ്ങനെ ഉണ്ടാകുമെന്നാണ് ഇവർ കണ്ണീരോടെ കാത്തിരുന്ന് നോക്കുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ ഒറ്റയ്ക്കായിരുന്നില്ല ഇതെല്ലാം ചെയ്തത്. ഒരു നിര രാഷ്ട്രത്തലവന്മാരും ഡിപ്ലോമാറ്റുകളും ട്രംപിനൊപ്പം അക്ഷീണം പണിയെടുത്താണ് ഈ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള കരാർ യാഥാർത്ഥ്യമാക്കിയത്. ആ റിപ്പോർട്ടിലേക്ക് എത്ര വേഗമാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ചാപ്റ്റർ 1 റിലീസായത്. വെള്ളിയാഴ്ചക്ക് തൊട്ട് മുമ്പ്, വെള്ളിയാഴ്ച കഴിഞ്ഞ് ഒരു ദിവസത്തിനകം ബന്ദികളെ മോചിപ്പിക്കാമെന്ന പരസ്പര ധാരണയും കൈകൊടുത്തവർ ഹമാസും ഇസ്രായേലും പിരിയുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപിന്റെ ഒരൊറ്റ നിർബന്ധത്തിൽ. എന്തിനാണ്? നൊബേൽ സമ്മാനം തനിക്ക് ഇത്തവണ വേണം സമാധാനത്തിനുള്ളത്. പക്ഷെ കിട്ടിയോ? ഇല്ല. എന്നിട്ടും ട്രംപ് അവകാശപ്പെടുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് താനാണെന്ന് അവകാശപ്പെടുന്നത് പോലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ മാത്രമാണ് തീരുമാനിച്ചത്, എന്റെ പദ്ധതിയായിരുന്നു, അതെല്ലാം ഹമാസും ഇസ്രായേലും അങ്ങ് സമ്മതിച്ചു തന്നു, കണ്ണടച്ചു നിന്നവർ. ഇതാണ് ഇപ്പോൾ ട്രംപ് വൈറ്റ് ഹൗസിൽ ഇരുന്ന് ഉറക്കെ വിളിച്ചു പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, ഈ ലോകമെങ്ങും കാത്തിരുന്ന ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ കുറച്ചു പേർ കൂടി പണിയെടുത്തിട്ടുണ്ട്. അത് അമേരിക്കക്കാരായാലും അറബികളായാലും ഇസ്രയേലികളായാലും ഹമാസുകാരായാലും അവർ കൂടി വീർപ്പൊഴുക്കിയിട്ടാണ് ഈജിപ്തിലെ കെയ്റോയിൽ കഴിഞ്ഞ ദിവസം ഈ അന്തിമ കരാറിന്റെ 1ാം ഘട്ടത്തിന് ഹമാസും ഇസ്രയേലും സമ്മതം മൂളിയത്. എല്ലാം ചെയ്തത് ഒരു നിര രാഷ്ട്രത്തലവന്മാരും ഡിപ്ലോമാറ്റുകളും ഈ സമാധാന കരാറിന് വേണ്ടി അവർ അക്ഷീണം പ്രവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ മാസങ്ങളായിട്ട്. ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ 67,000-ലധികം പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ 2 വർഷമായിട്ട്.
ഇസ്രായേലിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പിന്തുണക്കാരനാണ് അമേരിക്ക. ട്രംപും അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന ജോ ബൈഡനും മറ്റേതൊരു രാജ്യത്തെക്കാൾ കൂടുതൽ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ കയറ്റി വെച്ചു. എന്തിന്? ഗാസ പിടിച്ചെടുക്കാനായിട്ട്. അത് ഇസ്രായേലിനും അറിയാമായിരുന്നു. അമേരിക്കയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു, ഒരു യുദ്ധക്കളം ഉണ്ടാക്കുക, തങ്ങളുടെ ആയുധങ്ങൾ വിറ്റഴിക്കുക. ഒടുവിൽ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദങ്ങളെ ഭയന്ന് ആദ്യം ഇസ്രായേൽ പലസ്തീനിലും ഗാസയിലുമൊക്കെ നടത്തുന്ന ബോംബിങ്ങിനെ എതിർക്കാതിരുന്ന അമേരിക്ക പിന്നീട് അതിനെ തള്ളിപ്പറയുന്ന ഘട്ടം വരെ. എങ്കിലും സമ്മർദ്ദത്തിനൊടുവിൽ കഴിഞ്ഞ മാസം പുറത്തിറക്കിയ ട്രംപിന്റെ 20 പോയിന്റ് സമാധാന പദ്ധതിയാണ് നിലവിലെ ഗാസ സമാധാന കരാറിന്റെ ചട്ടക്കൂടുണ്ടാക്കിയത്. അത് യാഥാർത്ഥ്യമാണ്. ഇനി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടാമൻ സ്റ്റീവ് വിറ്റ്കോഫ്, യുഎസിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി. ഈജിപ്തിലെ നടക്കുന്ന അന്തിമ ചർച്ചകളിൽ പങ്കെടുക്കാൻ ട്രംപ് ചുമതലപ്പെടുത്തിയത് സ്റ്റീവ് വിറ്റ്കോഫിനെയാണ്. ന്യൂയോർക്കിലെ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിരുന്നു, പിന്നീട് ഡിപ്ലോമാറ്റായി മാറി. ഈ കരാറിന്റെ യുഎസ് അംഗീകാരത്തിന് മേൽനോട്ടം വഹിക്കാൻ ഇസ്രായേലിലേക്ക് പോയി ചർച്ചകളിൽ സജീവമായിരുന്നു. മധ്യസ്ഥ ചർച്ചകളിലെ ട്രംപിന്റെ സ്വരമായിരുന്നു സ്റ്റീവ് വിറ്റ്കോഫ്. അടുത്ത പ്രധാനി മറ്റാരുമല്ല, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ട്രംപ് ബിബി എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു. 90കളുടെ മധ്യത്തിന് ശേഷം 6 തവണ ഇസ്രായേൽ അധികാരത്തിലെത്തി. ഇസ്രായേലിന്റെ ഭരണാധികാരിയായി ഏറ്റവും കൂടുതൽ കാലം വാണരുളിയ നേതാവ്. ഏറ്റവും മാരകമായ ഗാസ യുദ്ധത്തിന് താങ്ങും തണലും രക്തവും വെള്ളവും ഒക്കെ നൽകിയത് ഇതേ ബെഞ്ചമിൻ നെതന്യാഹു തന്നെയായിരുന്നു. പലസ്തീനിൽ ജനങ്ങൾ പട്ടിണി കിടന്നത് ഉൾപ്പെടെയുള്ള യുദ്ധക്കുറ്റങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറണ്ട് ഇപ്പോൾ നെതന്യാഹുവിന്റെ പേരിൽ. എന്നിട്ടും നെതന്യാഹു ഹമാസിന് വേണ്ടി സമ്മതം മൂളി. ഹമാസിനോടൊപ്പം ഇരുന്ന് ഈ ഗാസ കരാറിന് വേണ്ടി സമ്മതം മൂളി. അടുത്തത് ഖലീൽ അൽ ഹയ്യ. സെപ്റ്റംബറിൽ ഖത്തറിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഖലീൽ അൽ ഹയ്യയാണ് വിധി വൈപരീത്യം എന്നോണം ഹമാസിന്റെ മുഖ്യ ചർച്ചാമുഖമായി മാറിയത്. ഒപ്പമുള്ള നേതാക്കളെ കൺമുന്നിൽ വെച്ച് ഇസ്രായേൽ മിസൈലുകൾ ഖത്തറിൽ വെച്ച് കൊന്നൊടുക്കിയെങ്കിലും തന്റെ ജനതയ്ക്ക് വേണ്ടി പരമാവധി നീതി നേടിയെടുക്കാൻ ഖലീൽ അൽ ഹയ്യ അവസാന നിമിഷം വരെ പരിശ്രമിച്ചു. ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുതിർന്ന ഹമാസിന്റെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഖലീൽ അൽ ഹയ്യ. പിന്നെ അമ്മാവനും മരുമകനും കളി അവിടെയുമുണ്ട്. ട്രംപിന്റെ മരുമകൻ ജറാഡ് കുഷ്ണർ. ഈജിപ്തിൽ നടന്ന അവസാനവട്ട ചർച്ചകളിലെ സ്റ്റീവ് വിറ്റ്കോഫിനൊപ്പം പങ്കെടുത്ത ഒരു വ്യക്തി കുഷ്ണർ ആയിരുന്നു. പ്രസിഡന്റിന്റെ ആദ്യ കാലയളവിൽ ട്രംപിന്റെ മരുമകൻ മിഡിൽ ഈസ്റ്റിൽ അവിടുത്തെ നയതന്ത്ര കാര്യങ്ങളിൽ സജീവമായിരുന്നു. ഗൾഫിൽ ബിസിനസ് താല്പര്യങ്ങളുമുണ്ട്. ട്രംപ് സ്റ്റീവ് വിറ്റ്കോഫിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, ഒപ്പം കൂടെ വിട്ടത് തന്റെ മരുമകൻ ജറാഡ് കുഷ്ണറെ. പിന്നെ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. ട്രംപിന്റെ പദ്ധതി പ്രകാരം മുൻ ബ്രിട്ടീഷ് ലേബർ പാർട്ടി നേതാവ് ടോണി ബ്ലെയറിനെ ഗാസ ഇടനില ഗവർണറായി നിയോഗിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ട്രംപിന്റെ നിർദ്ദേശപ്രകാരം യൂറോപ്പിൽ നിന്നും പലസ്തീനികൾക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ ചെന്ന ഒരു ബ്രിട്ടീഷ് നേതാവാണ് ടോണി ബ്ലെയർ. പലസ്തീൻ ഉദ്യോഗസ്ഥർ സംശയത്തോടെയാണ് ഇദ്ദേഹത്തെ കാണുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ കൂറ് പണ്ട് ഇസ്രായേലിനോടായിരുന്നു. എങ്കിലും UK-യുടെയും യൂറോപ്പിന്റെയും പലസ്തീനിലെ ഗാസയിലെ സമാധാന പ്രതീക്ഷകൾ ടോണി ബ്ലെയറിലായിരുന്നു. അടുത്തത് റോൺ ഡെർമർ, ഇസ്രായേലി സ്ട്രാറ്റജിക് അഫയേഴ്സ് മിനിസ്റ്റർ. നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ. ചെങ്കടലിലെ ഷാമിൽ ഷൈക്കിൽ നടന്ന അവസാനവട്ട ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ ഇസ്രായേൽ പ്രതിനിധി സംഘത്തെ നയിച്ചത് റോൺ ഡെർമറാണ്. മറ്റൊരു പേര് കൂടി പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി. സമാധാന ചർച്ചകളിലെ ഒരു പ്രധാന മുഖമായിരുന്നു അൽ താനി. ഖത്തർ പ്രധാനമന്ത്രി. ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന് ചുമതലയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ദൗത്യം അൽ താനി ഏറ്റെടുത്തത്. ഖത്തറിന്റെ പ്രതിനിധിയായി ഈജിപ്തിൽ നടന്ന ചർച്ചകളിലെല്ലാം പങ്കെടുത്ത് വളരെ ഭംഗിയായി ഹമാസിനെയും ഇസ്രായേൽ നേതാക്കളെയും ഒരുമിച്ചിരുത്തി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു തീർത്തു. ഒരു വെടിനിർത്തൽ ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയതും ഖത്തർ പ്രധാനമന്ത്രി തന്നെയാണ്. അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇസ്രായേൽ അതുപോലും വകവയ്ക്കാതെ കഴിഞ്ഞ മാസം അവിടെ ദോഹയിൽ ചർച്ചയ്ക്കെത്തിയ ഹമാസ് നേതാക്കൾക്കെതിരെ മിസൈൽ ആക്രമണം നടത്തിയത്. എങ്കിലും അതെല്ലാം ക്ഷമിച്ച് പുറത്ത് ഇസ്രായേലിനുമൊപ്പം ഹമാസിനൊപ്പം ഇരുന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി ചർച്ചകളിൽ സജീവമായിരുന്നു. അങ്ങനെ ട്രംപ് മാത്രമല്ല, നിരവധി മുതിർന്ന ലോകരാഷ്ട്ര തലവന്മാരുണ്ട്
ഈ ഒരു സമാധാന കരാറിന്റെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാക്കുന്നതിന് പിന്നിൽ വിയർപ്പൊഴുക്കിയവർ. സമീക്ഷ UK റീജിയണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ചെംസ്ഫോർഡിൽ ആവേശകരമായ തുടക്കം. സമീക്ഷ UK സംഘടിപ്പിക്കുന്ന മൂന്നാമത് ഡബിൾസ് നാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് മുന്നോടിയായുള്ള റീജിയണൽ മത്സരങ്ങൾക്കാണ് ചെംസ്ഫോർഡിൽ തുടക്കമായത്. ഒക്ടോബർ 5 മിഡ്മേ സ്പോർട്സ് സെന്ററിൽ നടന്ന വാശിയേറിയ മത്സരത്തിൽ 12ഓളം ടീമുകൾ മാറ്റിവെച്ചു. വാശിയേറിയ മത്സരം നടന്ന ചെംസ്ഫോർഡ് റീജിയണൽ ടൂർണമെന്റിൽ ആൽവിൻ ദീപു കൂട്ടുകെട്ട് 1ാം സ്ഥാനവും സാം ബാലു കൂട്ടുകെട്ട് 2ാം സ്ഥാനവും ആരുഹ്യ ലവ് ഗോയൽ ടീമുകൾ 3ാം സ്ഥാനവും നേടിയെടുത്തു. 151 പൗണ്ടും ട്രോഫിയുമായിരുന്നു 1ാം സമ്മാനം. വിജയികൾക്ക് സമീക്ഷ നാഷണൽ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, യൂണിറ്റ് സെക്രട്ടറി വിപിൻ രാജ്, അർജുൻ മുരളി, ഷോണി ജോസഫ്, വിനോദ് സർദാർ, ജോസ് അഗസ്റ്റിൻ എന്നിവർ ചേർന്ന് ട്രോഫികൾ സമ്മാനിച്ചു. സമീക്ഷ UKയുടെ 32 യൂണിറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 17ഓളം റീജിയനുകളിൽ ഈ വർഷം റീജിയണൽ ലീഗ് മത്സരങ്ങൾ നടക്കും. ഇനി പൗണ്ട്, യൂറോ, ഡോളർ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.54 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 88.72 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 102.6 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.05 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബുക്ക് യുവർ ഇൻഡിഗോ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഈസിലി ആൻഡ് സേഫ്ലി വിത്ത് ആനന്ദ് ട്രാവൽ. കാൾ UK നമ്പർ 020-8548-4897. Indian cell number 918921120509, or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. ബീഹാറിൽ ആദ്യഘട്ട നാമനിർദ്ദേശ സമർപ്പണം ആരംഭിച്ചു. 18 ജില്ലകളിലായി ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 121 നിയമസഭാ മണ്ഡലങ്ങൾക്കുള്ള പത്രികാ സമർപ്പണമാണ് ആരംഭിച്ചത്. നിരവധി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആദ്യ ദിനം തന്നെ പത്രിക സമർപ്പിക്കുമ്പോൾ പ്രധാന മുന്നണികളായ മഹാസഖ്യത്തിലും NDAയിലും സീറ്റ് ധാരണ ഇതുവരെ പൂർത്തിയായിട്ടില്ല. 35 സീറ്റുകൾ ലഭിക്കാതെ വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയ ചിരാഗ് പാസ്വാനെ അന്വയിപ്പിക്കാൻ BJP നേതൃത്വം ശ്രമങ്ങൾ തുടരുകയാണ്. മഹാസഖ്യത്തിൽ കോൺഗ്രസുമായുള്ള സീറ്റ് ധാരണയും പൂർത്തിയായില്ല. എല്ലാ വീട്ടിലും സർക്കാർ ജോലി എത്തിക്കുമെന്ന തേജസ് യാദവിന്റെ പ്രഖ്യാപനത്തിനെതിരെ BJP രംഗത്തെത്തിയിട്ടുണ്ട്. അപ്രായോഗികമാണ് ഈ പ്രഖ്യാപനമെന്നാണ് BJPയുടെ പ്രതികരണം. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റോടെ ഓടിത്തുടങ്ങുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബുള്ളറ്റ് ട്രെയിനുകൾക്കായുള്ള ട്രാക്കുകളുടെയും ഇലക്ട്രിക് വയറിംഗിന്റെയും പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ജാപ്പനീസ് മന്ത്രി നക്കാനോ ഗുജറാത്ത് സന്ദർശിച്ച് പദ്ധതിയുടെ പുരോഗതി അവലോകനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. മുഹ്സാനയിലെ സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെയാണ് മന്ത്രിയുടെ ഈ വെളിപ്പെടുത്തൽ. 2029 ഡിസംബറോടെ മുഴുവൻ പദ്ധതിയും പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നേരത്തെ റെയിൽവേ മന്ത്രി പറഞ്ഞിരുന്നു. 2028 താനെ വരെ ബുള്ളറ്റ് ട്രെയിൻ സർവീസുകൾ നീട്ടുമെന്നും 29 മുംബൈയിലെത്തുമെന്നും റെയിൽവേ മന്ത്രി കൂട്ടിച്ചേർത്തു. ബുള്ളറ്റ് ട്രെയിൻ സൂറത്തിൽ നിന്നും ബിലിമോറ വരെയാകും സർവീസ് നടത്തുക. മുംബൈ, താനെ, വിരാർ, ബോയ്സർ, വാപ്പി, ബിലിമോറ, അഹമ്മദാബാദ്, സബർമതി എന്നിങ്ങനെ 12 സ്റ്റേഷനുകളാകും ഉണ്ടാകുക. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി ജപ്പാൻ സർക്കാരിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് നടപ്പാക്കുന്നത്. കോടികളുടെ തായ് കഞ്ചാവുമായി 2 മലയാളി യുവാക്കൾ ഉത്തർപ്രദേശ് കസ്റ്റംസ് അധികൃതരുടെ പിടിയിലായി. വയനാട് പുതുപ്പാടി സ്വദേശി പാറക്കൽ മുഹമ്മദ് റാഷിദ്, മലപ്പുറം വാലുംപുരം സ്വദേശി മുഹമ്മദ് ഇഷ്തിഹാം എന്നിവരെയാണ് UP നേപ്പാൾ അതിർത്തിയിൽ വെച്ച് കസ്റ്റംസ് പിടികൂടിയത്. കിലോയ്ക്ക് ഏതാണ്ട് 1 കോടി വരുന്ന 14 കിലോ തായ് കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. ഇവർ യാത്ര ചെയ്തിരുന്ന നേപ്പാളി ബസിന്റെ ഡിക്കിയിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രിക് ഗീസറുകളിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത്. പതിവ് പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് ഗീസറുകൾ തുറന്നപ്പോഴാണ് പാക്കറ്റുകൾ കണ്ടെത്തിയത്. നൂതനവും തന്ത്രപരവുമായ രീതിയിലാണ് കള്ളക്കടത്ത് നടത്തിയതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇരുവരും ഏറെക്കാലമായി തായ്ലൻഡിൽ ജോലി ചെയ്യുകയായിരുന്നെന്നും അവിടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് ശൃംഖലയുമായി ബന്ധമുണ്ടെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാണ്. ഇനി കേരള ഹൈലൈറ്റ്സ്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ കേസെടുത്ത് പോലീസ്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും കലാപശ്രമത്തിനുമാണ് കേസെടുത്തത്. പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രകോപനവും ഉണ്ടായില്ല എന്നാണ് പോലീസ് ഭാഷ്യം. ഷാഫി പറമ്പിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കെതിരാണ് കേസ്. ഇവർക്ക് പുറമെ 692 കണ്ണലറിയുന്നവർക്കെതിരെയും കേസെടുത്തു. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ വടകര MP ഷാഫി പറമ്പിൽ ചികിത്സയിൽ തുടരുകയാണ്. മൂക്കിന്റെ 2 ഭാഗങ്ങളിൽ പൊട്ടലേറ്റ MPയുടെ ശസ്ത്രക്രിയ പുലർച്ചെ പൂർത്തിയായി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിയുന്നത്. പേരാമ്പ്ര CKG കോളേജിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര നഗരത്തിലാണ് സംഘർഷമുണ്ടായത്. കോളേജ് ചെയർമാൻ സ്ഥാനം ജയിച്ചതിലുള്ള UDFന്റെ വിജയ ആഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു. ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. തുടർന്ന് പേരാമ്പ്രയിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിന് മർദ്ദനമേറ്റതായി ആരോപിച്ചു. ഇതിന്റെ ഭാഗമായി CPM പ്രകടനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഒരേ സമയം 2 പ്രകടനങ്ങളും നേർക്കുനേർ വന്നതോടെ പോലീസ് ലാത്തി വീശുകയായിരുന്നു.
കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. പോലീസ് നടപടിയിൽ കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായി പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ACC പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഷാഫി പറമ്പിലെ നിരന്തരമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്നും എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും 2 ജാഥകൾ ഒരേ റൂട്ടിൽ വിട്ടത് പോലീസാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരളത്തിൽ നടക്കുന്ന കൊള്ളമറച്ചു വെക്കാനുള്ള നീക്കമാണ് ഷാഫിക്കെതിരെ അക്രമമെന്ന് KC വേണുഗോപാലും പറഞ്ഞു. ഭീകരമായ അക്രമമാണ് ഷാഫിക്കെതിരെ ഉണ്ടായത്. കാട്ടുനീതിയാണ് ഇവിടെ നടപ്പാക്കുന്നതെന്നും രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാട്ടുന്ന ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവർക്കും കണക്കെഴുതി വച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ MP മുന്നറിയിപ്പ് നൽകി. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കോൺഗ്രസിന്റെ തുടർ സമരം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരനും പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇനി സ്പോർട്സ്. (2026) സീസണ് മുന്നോടിയായി സ്പാനിഷ് സെന്റർ ബാക്ക് ജുവാൻ റോഡ്രിഗ്സ് മാർട്ടിനസിനെ ടീമിലെത്തിച്ചതായി ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. സ്പെയിനിലെ പ്രൈമറ ഫെഡറേഷനിലെ CD ലൂഗോയ്ക്ക് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ശേഷമാണ് 30-കാരനായ ഈ പ്രതിരോധ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. പ്രതിരോധത്തിലെ തന്റെ ആധിപത്യം, പന്തിലുള്ള മികച്ച നിയന്ത്രണം എന്നിവയാൽ ശ്രദ്ധേയനാണ് ജുവാൻ. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയ്ക്ക് മുതൽക്കൂട്ടാകും. സ്പെയിനിലെ സെഡൈക്ക സ്വദേശിയായ ജുവാൻ തന്റെ നേതൃപാടവം, ടാക്ടിക്കൽ അച്ചടക്കം, സമ്മർദ്ദ ഘട്ടങ്ങളിൽ പോലും ശാന്തമായ പ്രതികരണം എന്നിവയാൽ ഏറെ പ്രശംസ നേടിയ യുവതാരമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലേക്ക് കുടിയേറ്റത്തിന് വഴിയൊരുക്കുന്ന വ്യാജ തൊഴിൽ സ്ഥാപനങ്ങളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചുവെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. സ്കിൽഡ് വർക്കർ വിസ നൽകുന്നതിനുള്ള സ്പോൺസേഡ് സ്ഥാപനങ്ങളുടെ എണ്ണം 5 വർഷത്തിനിടെ 30,000-ൽ നിന്നും 1,18,000 ഉയർന്നത്. US-ലേക്കുള്ള ധാതു കയറ്റുമതി തടഞ്ഞ് ചൈനയ്ക്കെതിരെ തിരിച്ചടിയായി അധിക തീരുവ പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സോഫ്റ്റ്വെയർ കയറ്റുമതികളുടെ നിയന്ത്രണം. ബ്രിട്ടനിലെ സ്കൂളുകളിൽ അക്രമ സംഭവങ്ങളും കത്തിക്കൊണ്ടുവരുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിക്കുന്നതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ചില സ്കൂളുകൾ വിമാനത്താവള മാതൃകയിൽ മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ട ഗതികേടിൽ. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന അതിർത്തി ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. അഫ്ഗാൻ ജനതയ്ക്കൊപ്പം എപ്പോഴും നിലകൊണ്ടിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താഖി. ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്നും പിൻവാങ്ങിയതോടെ പിറന്ന മണ്ണിലേക്ക് ഭീതിയില്ലാതെ തിരികെ എത്തി പലസ്തീൻ ജനത. മടങ്ങിയെത്തുന്ന ഗാസയിലെ പലസ്തീൻകാരെ കാത്തിരിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ. ബീഹാറിൽ 18 ജില്ലകളിലായി ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 121 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റോടെ ഓടിത്തുടങ്ങും. പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MPക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും കലാപശ്രമത്തിനും കേസ്. സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ചികിത്സയെ തുടരുന്നു. മുക്കിന്റെ 2 ഭാഗങ്ങളിൽ പൊട്ടലേറ്റ ഇടത്ത് ശസ്ത്രക്രിയ വിജയകരം. MPക്ക് മർദ്ദനമേറ്റതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. ഷാഫിയെ നിരന്തരമായി വേട്ടയാടാൻ അനുവദിക്കില്ലെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിൽ നടക്കുന്ന കൊള്ളമറച്ചു വെക്കാനുള്ള ശ്രമമാണ് അക്രമമെന്ന് KC വേണുഗോപാൽ. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കോൺഗ്രസിന്റെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി K മുരളീധരൻ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.